സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ സർക്കാർ ധനസഹായത്തോടുകൂടി വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിന്റെ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. നിലവിൽ ഫെബ്രുവരി മാസത്തിലെ 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമായി എത്തിച്ചേരുക. ഇതിനായി 812 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് ഒപ്പം തന്നെ പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടുകൂടി വിതരണം നടത്തുന്ന 16 ക്ഷേമനിധി ബോർഡുകളുടെ 1600 രൂപ വീതമുള്ള പെൻഷനും പ്രഖ്യാപിച്ചു. അതേസമയം സർക്കാർ സഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം നടത്തുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഒരു മാസത്തിലെ പെൻഷനായ 1600 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. പലർക്കും ഇന്ന് 1600 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 3.5 ലക്ഷത്തോളം പേർക്കാണ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നത്. 15 മാസത്തെ പെൻഷനാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് കുടിശ്ശികയായി നിലവിലുള്ളത്. ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ 26 ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും. ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ തുക വീടുകളിലേക്ക് എത്തുമ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുള്ള 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം ഒഴികെയുള്ള തുകയായി 1100 മുതൽ 1400 രൂപ വരെയുള്ള തുകയായിരിക്കും ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക. പിന്നീട് കേന്ദ്രവിഹിതമായ 200 മുതൽ 500 രൂപ വരെയുള്ള തുക പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ക്ഷേമ പെൻഷൻ വിതരണം, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി 1920 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തു. കടമെടുപ്പ് ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ പോർട്ടൽ വഴി നടക്കുകയും തുകയും എത്തിച്ചേരുകയും ചെയ്ത സാഹചര്യത്തിൽ വിതരണം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.